ബോംബെയിൽ തുടങ്ങി കറാച്ചിയിലേക്കും കൊൽക്കത്തയിലേക്കും പടർന്ന 1946 ഐതിഹാസികമായ റോയൽ നേവി നാവിക കലാപം. കലാപത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്ന 2 മലയാളികൾ ജോലി ഉപേക്ഷിച്ച് കപ്പലിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരാൾ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച അലോഷിയും മറ്റൊന്ന് ആഷിഖ് അബു അവതരിപ്പിക്കുന്ന PJ ആൻ്റണിയും. നാട്ടിലെത്തിയ അലോഷി അപരവൽക്കരിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് പിന്തുണ നൽകുന്നതും കായികമായും മാനസികമായും അവർക്കൊപ്പം നിൽക്കുന്നതും യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അതിനിടയിൽ ഫ്യൂഡൽ സംവിധാനത്തിനൊപ്പം നിൽക്കുന്ന നാസി ഭക്തനായ പോലീസ് ഓഫീസർ അലോഷിയെയും വിനായകൻ അവതരിപ്പിച്ച ചെമ്പനെയും തൊഴിലാളികളെയും നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുന്നു. കയ്യിൽ വിലങ്ങ് വെച്ച് മൂന്നാറിലെ ഒരു മലയിടുക്കിലെത്തിച്ച് അലോഷിയെയും ചെമ്പനെയും കൊലപ്പെടുത്താനായി കാഞ്ചി വലിച്ചു നിൽക്കുന്ന നേരം അപ്രതീക്ഷിതമായി എത്തുന്ന വെടിയുണ്ട കമാൻഡ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തൊപ്പി തെറിപ്പിക്കുകയാണ്. വിരണ്ടുപോയ പോലീസുകാർ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് താഴെ നിൽക്കുന്ന 5 പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന 50ഓളം വരുന്ന തോട്ടം തൊഴിലാളികളെയാണ്. ഈ തൊഴിലാളികൾക്ക് നേതൃത്വം നൽകിയ 2 പേരെ സിനിമയിൽ പലയിടത്തായി സംവിധായകൻ അമൽ നീരദ് കാണിക്കുന്നുമുണ്ട്. ഒന്ന് PT പൊന്നൂസും മറ്റൊന്ന് റോസമ്മ പൊന്നൂസും. അസംഘടിതരായ മനുഷ്യവിരുദ്ധമായതെല്ലാം അനുഭവിച്ച ഇരുണ്ട ജീവിതം മാത്രം ജീവിച്ചു തീർത്ത മൂന്നാറിലെ നിരവധിയായ തൊഴിലാളികൾക്ക് റിയൽ ലൈഫ് ഹീറോകളാണ് ഇരുവരും. നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് പ്രതിരോധ മാർഗം എന്ന് അലോഷി പറയുന്നത് PT പൊന്നൂസിനോടാണ്. മാറ്റം മാമോദിസ വെള്ളം വീഴുമ്പോഴല്ല, മനുഷ്യർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഉണ്ടാകേണ്ടതെന്ന് റോസമ്മ പൊന്നൂസ് പറഞ്ഞു വെക്കുന്ന രംഗം ഓർമ്മയുണ്ടോ? രാഷ്ട്രീയ കാര്യത്തിൽ മാത്രമായിരുന്നില്ല പൊന്നൂസും റോസമ്മയും വിപ്ലവം തീർത്തത്. അത് സ്വന്തം ജീവിതത്തിലേക്ക് അവർ പകർത്തി. അക്കാലത്ത് കത്തോലിക്ക മാർത്തോമാ സഭാംഗങ്ങൾ തമ്മിലുള്ള വിവാഹം ചിന്തിക്കാൻ പോലും ആവില്ല. ഒന്നിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ മനസ്സും പങ്കുവച്ച പൊന്നൂസും റോസമ്മയും ഞങ്ങൾ ഒന്നിച്ചേ ജീവിക്കുമെന്ന പ്രതിജ്ഞയെടുത്തു. ഒടുവിൽ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സഭയും മുട്ടുമടക്കി. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കാരിപ്പാപ്പറമ്പിലെ കൊച്ചിൻ്റെ കല്യാണത്തിന് പോപ്പിൻ്റെ പ്രത്യേക അനുവാദവും കിട്ടി. കമ്മ്യൂണിസ്റ്റ് വേട്ട തുടരുന്ന കാലമായതിനാൽ വിവാഹ സമയത്തും ഒളിവിലായിരുന്നു PT പൊന്നൂസ്. പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും. ഒടുവിൽ കല്യാണം നടന്നത് കൊച്ചിയിലെ പള്ളിയിൽ വെച്ച്. രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും പങ്കെടുത്ത വിവാഹത്തിൽ വധൂവരന്മാരെ ആശീർവദിക്കാൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാകവികൾ ഉള്ളൂരും കുമാരനാശാനും എത്തിയിരുന്നു. പിന്നീട് ഒളിവിലിരുന്ന് തന്നെയാണ് 48 തെരഞ്ഞെടുപ്പിൽ PT പൊന്നൂസ് മത്സരിച്ചതും. അന്ന് അച്ഛന് വേണ്ടി വോട്ട് തേടി ഇറങ്ങിയത് 4 വയസ്സുകാരൻ തോമസ് പൊന്നൂസ് ആയിരുന്നു. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PT പൊന്നൂസിനായിരുന്നു. 2 സ്വാതന്ത്ര്യ സമര സേനാനികൾ നേരിട്ട് ഏറ്റുമുട്ടിയ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. പൊന്നൂസിനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വാതന്ത്ര്യ സമര സേനാനിയായ AP ഉദയഭാനുവായിരുന്നു. 76,380 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉദയഭാനുവിനെ തകർത്താണ് പൊന്നൂസ് 1ാം ലോക്സഭയിൽ ആലപ്പുഴയുടെ പ്രതിനിധിയായത്. 1957 ആലപ്പുഴ മണ്ഡലം അമ്പലപ്പുഴയായപ്പോഴും പൊന്നൂസ് വിജയം ആവർത്തിച്ചു. ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഹമ്മദ് ഷെരീഫായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 1957 ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരുമ്പോൾ റോസമ്മ പൊന്നൂസ് നിയമസഭയിലേക്കും PT പൊന്നൂസ് ലോകസഭയിലേക്കും മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. യാതൊരുവിധ പ്രിവിലേജുമില്ലാത്ത ഇരുകാലി മൃഗമായി മാത്രം മനുഷ്യനെ പരിഗണിച്ചിരുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഈ നാട്ടിൽ ആത്മാഭിമാനമുള്ളവരായി എല്ലാ മനുഷ്യനും ജീവിക്കണമെന്ന ഉറപ്പിൽ സമരം നയിച്ചു വിജയിപ്പിച്ചതിൻ്റെ ബലത്തിലാണ് ഇരുവരും ജയിച്ചു കയറിയത്. ഇത് മറ്റൊരു ഇലക്ഷൻ കാലമാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലെ സാമൂഹിക അടിമത്തങ്ങളുടെയും കുടിയേറ്റ കർഷകരുടെ ചെറുത്തുനിൽപ്പിൻ്റെയും അവരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ നയിച്ച വിപ്ലവകരമായ മാറ്റങ്ങളുടെയും കഥ കൂടിയാണ് ഇയോബിൻ്റെ പുസ്തകമെന്ന് ഓർത്തുകൊണ്ട് നിർത്തട്ടെ.